ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് കുമ്പളങ്ങ കൊണ്ടൊരു ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുമ്പളങ്ങ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. ശർക്കര ഉരുക്കി എടുത്തിട്ടുണ്ട്. നെയ്യ്, അണ്ടിപ്പരിപ്പ്, കിസ്മിസ് എടുത്തിട്ടുണ്ട്. ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇവിടെ അണ്ടിപ്പരിപ്പ് മുന്തിരി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഈ നെയ്യിലേക്ക് തന്നെ നമ്മൾ അരച്ച് വെച്ച കുമ്പളങ്ങ വേവിച്ചെടുക്കുമ്പോൾ അതിലേക്ക് ഫ്ലേവറിനായിട്ട് 2 ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുമ്പളങ്ങ വേകുന്ന സമയത്ത് ഞാനിവിടെ കോൺഫ്ലവർ ഒന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. 2 സ്പൂൺ കോൺഫ്ലവറാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് കോൺഫ്ലവറിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാം. കുമ്പളങ്ങ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉരുക്കിയ ശർക്കര അരിച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടിയിൽ പിടിക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. നെയ്യുടെ അളവ് കുറഞ്ഞു പോവുകയാണെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ഇതിലേക്ക് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലവർ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് തന്നെ നല്ല കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കാം. നമുക്കിവിടെ നല്ല തിക്ക് കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഞാനിവിടെ അരിപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. അരിപ്പൊടി ചേർക്കുകയാണെങ്കിൽ നല്ല കട്ടയായിട്ട് കിട്ടും. പക്ഷേ ഇത് സ്പൂണിൽ കോരിയെടുക്കാൻ വിധത്തിലേ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ കുമ്പളങ്ങ അരച്ചെടുത്തപ്പോൾ അതിൻ്റെ വെള്ളമൊന്നും ഊറ്റിക്കളഞ്ഞിട്ടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ നെയ്യിൽ റോസ്റ്റ് ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ഇവിടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. സ്വാദിഷ്ടമായ കുമ്പളങ്ങ ഹൽവ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒരു സെർവിങ് ബൗളിലേക്ക് ഇത് മാറ്റാം. ഇനി ഇത് 2 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. 2 മണിക്കൂർ കഴിഞ്ഞ് ഇത് എടുത്ത് കഴിക്കാവുന്നതാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.